ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ യൂറോസ്റ്റാറിന് കയറിയിട്ട് യൂറോപ്പിന് പോവാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് എടുക്കുകയാണ്. അതിൻ്റെ ഇമിഗ്രേഷൻ ഉണ്ട്, അവിടോട്ട് കിടക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. ഇപ്പം ഇതാണ് നമ്മുടെ ടിക്കറ്റ്. നമ്മൾ ഇമിഗ്രേഷനിലോട്ട് പോവാണ്. അപ്പം ട്രെയിനിലാണേലും ഫ്ലൈറ്റിലെ പോലെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റൊക്കെ ഇവിടെ കാണിച്ചു ഇവിടുന്നാണ് കയറി പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്ലൈറ്റിലെ പോലെ തന്നെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇമിഗ്രേഷനിൽ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണം, ഫ്ലൈറ്റിലെ പോലെ തന്നെ. നല്ല തിരക്കാണ്. അപ്പോൾ യൂറോപ്പിന് പോകുന്ന ആളുകളാണ് ഫ്രാൻസിലേക്ക്. അതിൻ്റെ ട്രെയിനിൻ്റെ സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ 7:01 പാരീസിൻ്റെ ട്രെയിനാണ് നമ്മൾ പോകുന്നത്. ആംസ്റ്റർഡാമിനുള്ള അവിടുത്തെ കൗണ്ടർ അങ്ങോട്ട് തുറന്നിട്ടുണ്ട്. അതിനാൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമുക്കിനിയും സമയമുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ബ്രസൽസിനാണ് പോകുന്നത്. പാരീസിൽ നിന്ന് മുമ്പേ തെറ്റിപ്പറഞ്ഞാണ്. അപ്പം നമ്മൾ എസ്കലേറ്ററിൽ പോയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കോച്ച് നമ്പർ 5-ലാണ് നമ്മുടെ സീറ്റ്. അപ്പം നമ്മൾ അവിടോട്ട് പോവാണ്. അപ്പം നമ്മൾ ട്രെയിനിലോട്ട് കയറാൻ പോവാണ്. അപ്പം നമ്മുടെ സീറ്റാണ്, കംഫർട്ടർ സീറ്റാണ്, എക്കണോമിയാണ്. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഏതാണ്ട് 42, അത് എത്ര വേണേലാകാം. കാരണം അത് നമ്മളെപ്പോഴാണ് എത്രയും നേരത്തെ നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത്രയും കുറച്ച് ചാർജ് കിട്ടും. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു എടുക്കാൻ വേണ്ടി ഒരു ടൂർ കമ്പനി. അപ്പോൾ എൻ്റെ 45 പൗണ്ട് എങ്ങാണ്ട് നമുക്കത് കിട്ടി, 1 വേ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്രസൽസിൽ ചെന്നിട്ട് പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണത്തില്ല. ബ്രസൽസിലെ കാഴ്ചകൾ അതിനുശേഷം മറ്റ് വീഡിയോകളിൽ ഇടുന്നതാണ്. ചെന്നിറങ്ങുന്ന വീഡിയോ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നതാണ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിട്ടു. ഇതിൻ്റെ ഗ്ലാസ്സെല്ലാം നല്ല ചെറിയ. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കടലിനടിയിൽ കൂടെയാണ്. കടലിനടിയിൽ കൂടെ. ഇത് ഇംഗ്ലീഷ് ചാനലല്ല, മറ്റൊരു ചാനലാണ്. അതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിലെയാണ് നമ്മൾ അങ്ങനെ 2.5 മണിക്കൂർ യാത്ര ചെയ്ത്. 2.5 മണിക്കൂറും കടലിനടിയിൽ കൂടെ അല്ല, കുറച്ച് ദൂരം കഴിഞ്ഞ് പിന്നെ കരയിൽ കൂടെ അങ്ങനെ നമ്മൾ ബ്രസൽസിലെത്തും. അപ്പം ട്രെയിൻ ഇത് ലഗേജ് വെക്കുന്ന സ്ഥലമാണ്. അതുകൂടാതെ ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കാം, കഫേയിലോട്ടൊക്കെ പോകാം. അപ്പം ട്രെയിനകത്ത് തന്നെ ഉണ്ട്, കഫേ ഉണ്ട്. ഇവിടെ ടീയോ കോഫിയോ സ്നാക്സോ ഒക്കെ മേടിക്കാൻ പറ്റും. 2 പേസ്ട്രി എടുത്തു, ഒരു കോഫി എടുത്തു. അപ്പം ഫ്രാൻസിൽ കൂടാണ് ഇപ്പോൾ പോകുന്നത്. നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ടാണ്, പക്ഷേ ഗ്ലാസ് അഴുക്കായതുകൊണ്ട് നല്ല വിഷ്വൽസ് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പം ട്രെയിന് ഫ്രാൻസിലെ ലിലി എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിർത്തി. ആകെ ഒരു സ്റ്റോപ്പേ ഉള്ളൂ ബ്രസൽസിനും ലണ്ടനും ഇടയ്ക്കായിട്ട്. അവിടെ നിർത്തി. കുറച്ചാളുകൾ കയറാനുണ്ടായിരുന്നു, അവർ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്തു. അതിനുശേഷം വീണ്ടും വാഹനം ഇത് ട്രെയിൻ വിടാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബ്രസൽസിലെത്തിയിരിക്കുകയാണ്. ബ്രസൽസിൽ അനേകം കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകണം. താങ്ക് യു. അപ്പം ഞാൻ വന്ന യൂറോസ്റ്റാറാണ് ആ പുറകിലായിട്ട് കാണുന്നത്. വേറെണ്ണം കിടപ്പുണ്ട്, 2 ഉണ്ട്. അപ്പോൾ അങ്ങനെ ബ്രസൽസിലെത്തി. ഇനിയും തിരിച്ച് പോകുന്നത് യൂറോസ്റ്റാറിൽ തന്നെയാണ്. അത് പാരീസിൽ നിന്നാണ്. അതിൻ്റെ വീഡിയോ കാണാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.